ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്രാവശ്യത്തെ ലോഡ് ചിരട്ടയാണ്. ഇതാണ് AT ട്രേഡിംഗ് കൊപ്ര നാളികേര സംഭരണ യൂണിറ്റ്, വള്ളിപ്പാടി വള്ളിക്കുന്ന് നോർത്ത് കേട്ടോ. അപ്പോൾ അതൊരു ഗോഡൗണാണിത്. നമ്മൾ ചിരട്ട ലോഡാണ് കയറ്റുന്നത് കർണാടകയ്ക്ക്. സാധാരണ നമ്മൾ തേങ്ങ ലോഡാണ് കയറ്റുന്നത്. ഇപ്രാവശ്യം നമുക്കതൊരു ചിരട്ട ലോഡായി. തേങ്ങ പൊളിക്കാനുള്ളതും പൊളിച്ചതും ഒക്കെ ഉണ്ട്. തേങ്ങ പൊളിക്കണ മെഷീനാണ്. അപ്പോൾ അതാ അവിടുത്തെ ഗോഡൗണിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കയറ്റാണ്. നമ്മൾ പോയി ഇടിമുട്ടയൊക്കെ വെച്ച് ഇടിച്ചാൽ മറക്കുന്നുണ്ട്. ഇടിച്ചമർത്തി കയറ്റണം. കോൺക്രീറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കയറ്റുമല്ലോ. അടുത്ത സ്ഥലത്തേക്ക് പോകും. ഹൈട്ടൊക്കെ ഒന്ന് പൊക്കി വെക്കണം നമുക്ക്. അപ്പോൾ അത് അടുത്തൊരു സൈറ്റിലെത്തിയിട്ടുണ്ട്. ഒരു തെങ്ങുംതോട്ടത്തിൽ ഒരു വീട്ടിലാണുള്ളത്. തെങ്ങുംതോട്ടത്തിലൊരു വീട്ടിലാണ് സാർ. കുറേ തേങ്ങകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ പൊളിക്കാനുള്ള തേങ്ങകൾ. ഏട്ടോടെ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മൂന്നാമത്തെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ചെമ്മാട് ചെറുമുക്ക്, മാതാപുഴ, ചെന്നക്കലങ്ങാടി, മേലെ ചേളാരി. ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്. ഭയമാരി ചാക്കിറക്കാണ്. ഇതാ ഇവിടെ ഈ വേറൊരു വീട്ടിലാണ് സാധനം ഉള്ളത് കേട്ടോ. ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് ഇവിടെ. കായല ചെറിയ കുഞ്ഞു വഞ്ചികളൊക്കെ ഉണ്ട്. തോണി, ചെറിയൊരു ഷെഡും. മുന്നോട്ട് റെഡിയാണ്. അപ്പോൾ ഇതാരോടെ നടന്നുകൊണ്ടിരിക്കാം. 50 അർജൻ്റായിട്ട് പുറത്ത് പോയി. തൂക്കപ്പണി നമുക്ക് കിട്ടിയാണ്. $55,8.
അപ്പോൾ ഇവിടുത്തെ സാധനം നമ്മൾ കയറ്റി കഴിഞ്ഞു. നമ്മൾ ലൈൻ ബസ്സൊക്കെ പോയിട്ടോ. എന്നാൽ 3:30 മണിയായി. 1 മണി 1:30 എന്താ വന്നാണ് അവിടെ. ചെറിയ കുഞ്ഞി തോണികൾ, ചെറിയ കുഞ്ഞു തോണികൾ. ഫൈബർ തോണിയാണ്, ഫൈബർ. ചെറിയ ഇരിപ്പിടൊക്കെ ഉണ്ട്. നെറ്റൊക്കെ കെട്ടി വേണം, പൂച്ച നായ്ക്കളൊക്കെ കയറുന്നതിനായിരിക്കും. ചെറുതായിട്ട് പായ തടഞ്ഞെടുത്തില്ലെങ്കിലേ ചിരട്ടല്ല കനലാത്താണ്, പാറി ചാടും. ഇനി അടുത്ത സൈറ്റിൽ പോകണം. എന്താണ് ചാക്കൊക്കെ തിരികെ കൊട്ടയൊക്കെ തൂക്കി, എന്താ അത്. അപ്പോൾ നമ്മൾ അടുത്ത സൈറ്റ് എത്തിയിട്ടുണ്ട്. അടുത്ത സെറ്റ്, അവസാനത്തെ സെറ്റ് ഇവിടുന്ന് ഒരു ഫുള്ളാവും എന്നാണ് പറഞ്ഞത്. കാലാവസ്ഥ ഒക്കെ മാറി, പ്രകൃതിയുടെ മട്ടും ഭാവവും മാറി. കണ്ടില്ലേ, നല്ല മഴയുണ്ട്, നല്ല കാറ്റ്, നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. കുട്ടികളൊക്കെ തേങ്ങ വറുക്കുന്നു, പായ റെഡിയാക്കാം മഴ പെയ്താൽ. സമയം 5:30 മണിയായി. അപ്പോൾ അതാ നമ്മുടെ ലോഡ് ഫുള്ളായിട്ടുണ്ട്. ഇനി പായിടാം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. പൊട്ടും ചട്ടിയും പട്ടിയൊക്കെ ഉണ്ട് അവിടെ. കാലി ഊപ്പർ खोलो ऊपर. हाँ അപ്പോൾ നമ്മളെ പായിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭായിമാർ ചായ കുടിക്കണം. അവർ ചായ കുടി കഴിഞ്ഞാൽ നമ്മളെ യാത്ര തുടരും. അവിടെ നമുക്ക് വയലിറക്കണം. കൊണ്ടോട്ടിയിൽ നമ്മളിപ്പോൾ ചേളേരാണ് ഉള്ളത്. അവരെ ചട്ടിയും കൊടുക്കുകയും കൂണിയൊക്കെ ഇറക്കിയൊക്കെയാണ്. അത് ഇറക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ എൻ്റെ അനിയൻ പോണ വണ്ടി 10 വീല് അതും ഇന്ന് തേങ്ങലോട് കയറ്റിയിട്ടുണ്ട് കർണാടകയ്ക്ക്. അപ്പോൾ വയലുണ്ടാവും. 2 വണ്ടി കൂടി ചേർന്ന് അങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ലോഡൊക്കെ കയറ്റി നമ്മൾ മടങ്ങിയിട്ടുണ്ട്. കുണ്ടോട്ടിയുള്ളത്, കുണ്ടോട്ടി നേരത്തെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബ്ലോക്ക് ആണ് പോലെ. കൊണ്ടോട്ടി കഴിഞ്ഞ് മോങ്ങത്തെത്തിയപ്പോൾ അവിടെയും പരിപാടി, എല്ലായിടത്തും പരിപാടികളാണ്. ആകെ ബ്ലോക്ക്, റോഡ് നിറച്ച വണ്ടിയും ആൾക്കാരാണ്. ലൈറ്റൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കാണില്ല മുന്നിക്ക്.
എന്താ ലൈറ്റിൻ്റെ ഒക്കെ ഒരു പവർ. ആൾക്കാരെ നിയന്ത്രിച്ച് ബ്ലോക്ക് കൂട്ടുകയാണ്. അത് അവിടുന്ന് തടി കിട്ടി. അതാ നേരെ വന്ന് പെട്ടത് വെള്ളാമ്പുറം. അവിടെയും അങ്ങാടിയിൽ പരിപാടി, സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ. ഏതിലാകെ ജഗപൊക്കെ, ആകെ ഉത്സവവും ആഘോഷങ്ങളാണ് മൊത്തം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞ് കയറി പോകണം നമ്മൾ. ഒക്കെ റോട്ടിലാണ് കുട്ടികളും മക്കളും. ഒക്കെ ഒരുപാട് സമയം വെച്ചാണ് ഇവിടെ നിന്നൊക്കെ നമ്മൾ കഴിച്ചിലായി പോണത്. ഇപ്പോൾ ഇതാ നമ്മൾ മഞ്ചേരി ചെരഞ്ഞിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അനിയൻ വെയിറ്റ് ചെയ്യണത്. ഇവിടെ കുറച്ച് മുമ്പിലായിട്ട് മരത്താണിക്കൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 2 ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് റോഡ് ബ്ലോക്കാണ്. ചെറുവണ്ടികളൊക്കെ പോകുള്ളൂ. അപ്പോൾ അനിയൻ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവിടെ നിർത്തിയേക്കാണ്. ഇവിടുന്ന് പോയി നോക്കണം. ബ്ലോക്കിൻ്റെ തീരുമാനം കിട്ടിയിട്ട് വേണം പോയി നോക്കാൻ. വലിയ വണ്ടികൾ പോകുമ്പോൾ അത് അപ്പോൾ ഈ അടുത്ത സൈഡിൽ നിൽക്കുന്നതാണ് അതിൻ്റെ വണ്ടി. അപ്പോൾ ഇവിടെ സൈഡാകും. ആ മഞ്ചേരി മരത്താണിക്കലൊരു ആക്സിഡൻ്റ് ആയി. 2 ലോറികൾ തമ്മിൽ ഭയങ്കര ബ്ലോക്കാണ്. ഒരു ലോറി ട്രെയിനൊക്കെ വന്ന് മാറ്റിയിട്ടുണ്ട്. പച്ചക്കറി വണ്ടികളൊക്കെ ഒരുപാട് വരാൻ അപ്പുറത്ത് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്.